നമസ്തേ. ദ വിൽ ഓഫ് ഫോർച്യൂൺ 7-7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക. 3 times ഔട്ട് നെയിം പറയുക. ക്യൂക്ക് എനർജി അപ്ഡേറ്റ്സ് ആയിരിക്കും കേട്ടോ. പിന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. കൗൺസിലിംഗ് സെക്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ. 2 of Cupsൻ്റെ എനർജീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളുമായിട്ട് ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെവിലിൻ്റെ കാർഡാണ് ബോട്ടംസിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് ഒത്തിരിയധികം സെക്ഷൽ ഫാൻറ്റസീസ് ചിന്തിച്ചെടുക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങളുമായിട്ട് എന്താ പറയുക, നിങ്ങളിതിന് മുമ്പ് ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു വ്യക്തി റീകോൾ ചെയ്യുന്നുണ്ട്. അതിൽ ഡേയും നൈറ്റും ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് അവർ. ഓഫ് കോഴ്സ് നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായിട്ടുള്ള 2 വ്യക്തികളാണ്. നിങ്ങൾ എന്തെങ്കിലും ജേണീസിലായിരിക്കാം, സോൾമേറ്റ് കണക്ഷനിലൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഇവർ നിങ്ങളുമായിട്ട് ഈ ഒരു ടൈമിൽ സെക്ഷുവലി ഇൻറ്റിമേറ്റ് ആവാനൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സെക്ഷലി നിങ്ങളുമായിട്ട് എന്താ പറയുക, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം. ഈ ഒരു കണക്ഷനിൽ വല്ലാത്തൊരു ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു ഒബ്സഷൻ ഉണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ ഇനി ആ ഒരു ഫിസിക്കൽ ലെവലിൽ നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് വരണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. എഗെയിൻ ഇവിടെ ചാരിയറ്റിൻ്റെ കാർഡാണ്. ഈ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്ന ഒരു ടൈം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു ടൈം, ഈ ഒരു വ്യക്തി എത്രയൊക്കെ ചാലഞ്ചസും എന്താ പറയുക, എത്രയൊക്കെ ചാലഞ്ചസും ഒബ്സ്റ്റിക്കിൾസും ഇപ്പോൾ പ്രസൻ്റ്ലി നിങ്ങളുടെ റിലേഷനിലുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം ഫോക്കസ്ഡ് ആവാതിരുന്നിട്ട് ഈ ഒരു കണക്ഷനിൽ അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു റിലേഷനിൽ ഒരു എഫേർട്ട് ഇടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ ഐ തിങ്ക് ഈ ഒരു മേ ബി ഈ ഒരു വ്യക്തി ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. മനസ്സിലായോ? സപ്രസ് ചെയ്തിരിക്കുകയായിരുന്നായിരിക്കും, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവർ ആ ഒരു ഇമോഷൻസിനെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങളിലേക്ക് അവരുടെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള ഡാർക്ക് ഫാൻറ്റസീസ് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷൻ വേസിലേക്ക് അത് എത്തിക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇറ്റ്സ് their long term desires. നിങ്ങൾ ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ, പക്ഷേ ഇവർ ഇൻറ്റിമേറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങളെ മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട്ട് കണക്റ്റഡ് ആവണം എന്ന് ആഗ്രഹിക്കുകയാണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം മേ ബി, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും നല്ല ഡിഫറൻസസ് ഉള്ള 2 വ്യക്തികളാണ്. ഓക്കെ, ഇവരെന്തൊക്കെയോ വലിയ ഹൈ പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ് ഈ ഒരു ടൈമിലേക്ക് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നതിനെ കുറിച്ചിട്ട്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് സെക്ഷുവലി ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. സ്റ്റാർ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോട്ടം എനർജീസ് ബാലൻസിൻ്റെ കാർഡാണ്. 2 കാർഡ്സും ബാലൻസിനെ കാണിക്കുന്നതാണ് കേട്ടോ. ടെമ്പറൻസ് കാർഡും സ്റ്റാർ കാർഡും ബാലൻസിനെയാണ് കാണിക്കുന്നുള്ളത്. ഇവർ ഈ ഒരു റിലേഷനിൽ മുന്നോട്ടേക്ക് നിങ്ങൾ ലൈക്ക് ഈ ഒരു വ്യക്തി ലൈക്ക് നിങ്ങളുമായിട്ടൊരു മുന്നോട്ടേക്ക് ഒരു പോസിറ്റീവ് വേയിലേക്ക് ഈ റിലേഷനെ കാണണം എന്ന് ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിനെ ഒരു ഇപ്പം നിങ്ങളോടുള്ള ആ ഒരു എനർജി അത് പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. റിന്യൂവൽ വേണം എന്ന് ആഗ്രഹിക്കുകയാണ് ഈ റിലേഷനിൽ ഈ ഒരു ടൈമിൽ. ഇവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഒബ്സഷൻ. നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ പാസ്റ്റ് ലൈഫ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾ ഈ ഒരു വ്യക്തിയും പാസ്റ്റ് ലൈഫിൽ കണക്റ്റഡ് ആയിരിക്കാം. മേ ബി പാസ്റ്റ് ലൈഫ് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷം നിങ്ങളും ഈ ഒരു വ്യക്തിയും ഇവരെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ഈ ഒരു വ്യക്തിക്കും റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ലാത്തൊരു ഓവറായിട്ടൊരു പൊസസീവ്നെസ് ഉണ്ട്. അത് നിങ്ങളെ വേറെ ആർക്കും വിട്ടുകൊടുക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങളെ ഹോൾഡ് ചെയ്ത് ലൈഫ് ലോങ് പിടിക്കണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഡെവിലിൻ്റെ കാർഡ് ഡയറക്റ്റ്ലി വന്നിട്ടുണ്ട്. ഒബ്സഷനാണ് എഗെയിൻ. മേ ബി ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളും എങ്ങനെയാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്തോ മറിമായം ചെയ്തിട്ടുണ്ടോ, അതോ നിങ്ങൾ എന്തെങ്കിലും വശീകരണം പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഈ ഒരു വ്യക്തിക്ക്? അതുകൊണ്ടാണോ ഈ ഒരു വ്യക്തി ഇത്രയും നിങ്ങളൊരു ഒബ്സഷനും അഡിക്ഷനും ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇത്രയും ഒരു ഒബ്സഷനാണോ, അല്ലെങ്കിൽ ഇത്രയും ഒരു എന്താ പറയുക, ഇവർക്ക് വല്ലാത്തൊരു ക്രേവിങ്സ് ആണ് ഇവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്.
ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് എപ്പോഴും ഈ ഒരു വ്യക്തി ഇരുന്നിട്ടുള്ളത് എൻ്റെ ഡെസ്റ്റിനി ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സിനെ ഇമോഷൻസിനെ ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ഒരു എനർജിയിലായിരിക്കും എപ്പോഴും ഈ ഒരു വ്യക്തി ഇരുന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ദേ ഫീൽ ലൈക്ക് ഔട്ട്സൈഡ് ഫോഴ്സസ് ആർ റെസ്ട്രിക്റ്റിംഗ്. ഈ ഒരു വ്യക്തിനെ ഔട്ട്സൈഡ് എന്തോ ഒരു എനർജി അല്ല ഇൻറ്റൻസ് ആയിട്ട് ഈ ഒരു വ്യക്തി ഒരു കണക്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് പുള്ള് ചെയ്യുന്നു എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ലൈക്ക് അവരുടെ ആ ഒരു ബൗണ്ടറീസ് അല്ലെങ്കിൽ അവർ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഗാർഡ് അതിനെ ബ്രേക്ക് ചെയ്ത് എന്തോ ഒരു ശക്തി നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തിനെ അടുപ്പിക്കുകയാണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. മേ ബി ഈ ഒരു വ്യക്തി സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയിട്ടുള്ള ഒരാളായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ഈ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. റിലേഷനിൽ റിന്യൂവൽ വേണം എന്ന് ആഗ്രഹിക്കുകയാണ്. ലൈക്ക് ഈ ഒരു ടൈമിൽ ഫോർ സം ഓഫ് യു എങ്കിലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ചില ടൈമിൽ ഇങ്ങനെ ട്രാപ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ലൈക്ക് ഇമോഷൻസ് ഒക്കെ ഹേർട്ടും മൈൻഡും രണ്ടും തമ്മിലൊരു ഫൈറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക്. ലൈക്ക് ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇവർക്ക് അൺസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യണം, അൺസാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് ഇരിക്കുന്നത്. ലൈക്ക് ഇവർ ചിന്തിക്കുകയാണ് ഞാൻ എന്തിനാണ് ഇത്രയും ശരിക്കും എന്നെ ഹോൾഡ് ചെയ്ത് ഗാർഡപ്പ് ചെയ്ത് നിൽക്കുന്ന അതിൻ്റെ ആവശ്യമില്ലല്ലോ. ലൈക്ക് ഇവർ ഫൈനലി റിയലൈസ് ചെയ്യാണ് ഐ ഹാവ് എ പവർ ടു റിലീസ് മൈസെൽഫ്. എനിക്ക് ഈ ഒരു എന്താ പറയുക ഇപ്പം ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബൗണ്ടറീസിനെ എന്താ പറയുക അതിനെ ബ്രേക്ക് ചെയ്യാൻ എനിക്കേ പറ്റത്തുള്ളൂ, ഞാനത് ബ്രേക്ക് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണം ഇനിയാണെങ്കിലും എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വാട്ടർ സൈൻ ആയിരിക്കാം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് എനർജീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. മേ ബി ഒരു വ്യക്തി സറണ്ടർ ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു കണക്ഷനെ. ബട്ട് ഈ ഒരു ടൈമിൽ ഈ ഒരു സറണ്ടർ എനർജിയിൽ നിന്ന് ഒരു ആക്ഷനിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. World, Ace of Wands, Bottom of the deck. For some of you എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു എന്താ പറയുക നിങ്ങൾ ഈ ഒരു വ്യക്തി ഇൻറ്റിമേറ്റ് ആവണം എന്ന് എനർജി, സെക്ഷൽ എനർജി നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. മേ ബി അല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയായിട്ട് ഇൻറ്റിമേറ്റ് ആവണം എന്നുള്ളത്. ആ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ റിലേഷനിൽ സഡൻലി വരാൻ പോവുകയാണ്. അവർ ഈ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അവർ എനർജീസാണ് എനിക്കിവിടെ. ഇവരുടെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള എനർജീസാണ്. ഫിസിക്കൽ ടച്ച് അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻസ്, ലൈക്ക് അങ്ങനെയുള്ളൊരു എനർജീസ് ഭയങ്കര സെൻഷ്വൽ ആയിട്ടുള്ളൊരു എനർജിയാണ്. വളരെയധികം 80+ റീഡിംഗ് ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല, വളരെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇതായിട്ടുള്ളൊരു എനർജീസിലായിരിക്കും വരുന്നുള്ളത്. ഇവിടെ ഈസ് ഓഫ് വാൻസിൻ്റെ എനർജീസ് വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഈസ് ഓഫ് വാൻസ് എന്താണെന്നുള്ളത്. സോ ഒരു എനർജീസ് നിങ്ങൾ ഇൻറ്റിമേറ്റൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹെവി എനർജീസാണ്. ഓക്കെ, സോ ആ ഒരു എനർജീസ് അതുപോലെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പാഷൻ ഇവരുടെ ഉള്ളിലുള്ള ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ്, ആ ഒരു എനർജി ഫുള്ളും നിങ്ങൾ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് കേട്ടോ. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം മേ ബി. ഇപ്പോൾ സം ഓഫ് യു എബ്രോഡിലൊക്കെ ആയിരിക്കാം നിങ്ങൾ. മേ ബി ഒരു നാട്ടിൽ പോയിട്ടുണ്ടാവാം, തിരിച്ച് ഇവർ എബ്രോഡിലേക്ക് വരാനായിട്ട് ഇരിക്കുന്നുണ്ടാവാം. സോ അങ്ങനത്തെ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. വരുന്ന ടൈമിൽ നിങ്ങളുമായിട്ട് ഇൻറ്റിമേറ്റ് ആവണമെന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ ഒരു ടൈമിൽ, ഈ ഒരു നൈറ്റ് ടൈമിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ളൊരു കാര്യമാണ് ചിന്തിക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.